വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം കട്ടപ്പനയിൽ പുരോഗമിക്കുന്നു. പഞ്ചായത്തുകളുടെ പോളിംഗ് സാമഗ്രികൾ കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വെച്ചും നഗരസഭയുടെ ഓസാനാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചുമാണ് വിതരണം നടത്തിവരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നിജിൽ കെ മാത്യു ചേരുന്നുണ്ട്. നിജിൽ, ജനം വിധിയെഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുന്നു. ഇപ്പോൾ കട്ടപ്പനയിലാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം പുരോഗമിച്ചു വരുന്നത്. എന്താണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ നിജിൽ? സിഗിൻ, കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെയും അതുപോലെ കട്ടപ്പനയിലെ വിവിധ മേഖലകളിലുള്ള പോളിംഗ് സാമഗ്രി വിതരണമാണ് രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. രാവിലെ 6 മണിയോടെ ഉദ്യോഗസ്ഥരൊക്കെ എത്തി തുടങ്ങി. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ളത് കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വെച്ചും കട്ടപ്പന നഗരസഭയിലേക്കുള്ള വിവിധ പോലീസ് സ്റ്റേഷനിലേക്കുള്ളത് ഓസാനാം സ്കൂളിൽ വെച്ചാണ് ഈ വിതരണങ്ങൾ നടക്കുന്നത്. രാവിലെ 6 മണിയോടെ ഉദ്യോഗസ്ഥർ അവിടെ സ്ഥലത്തെത്തിയിരുന്നു. അവര് രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ച് വിവിധ ബൂത്തുകളിലേക്ക് പോകാനുള്ള ഉദ്യോഗസ്ഥരെ, പോലീസുകാർ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ പറഞ്ഞു വരുന്ന ഒരു ഇരിക്കുകയാണ്. ഏകദേശം ഉച്ചയോടെ കൂടിയേ ഈ പ്രക്രിയ കഴിയുകയുള്ളൂ. പോലീസ് അതുപോലെ മറ്റു പ്രദേശത്തുള്ള പോലീസ് ഉൾപ്പെടെയുള്ളവർ, അതുപോലെ വിവിധ മേഖലകളിൽ ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തി രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി നിജിൽ, നമുക്കറിയാം ഇന്നലെ കൊണ്ട് കലാശക്കൊട്ടായിരുന്നു. പരസ്യ പ്രചരണത്തിന് ഇന്നലെ സമാപനം കുറിച്ചു. ഇന്നിപ്പോൾ നിശബ്ദ പ്രചരണമാണ്. സ്ഥാനാർത്ഥികൾ ഇപ്പോഴും നിശബ്ദ പ്രചരണത്തിൽ ഉണ്ടോ? ഷിബിൻ, അതായത് ഇന്നിപ്പോൾ പരസ്യപ്രചരണം അവസാനിച്ചതോടെ ഇന്ന് രാവിലെ മുതൽ തന്നെ സ്ഥാനാർത്ഥികൾ വിവിധ മേഖലകളിൽ നിശബ്ദ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് അവരവരുടെ മേഖലകൾ കേന്ദ്രീകരിച്ച് വീടുകൾ കയറിയും വോട്ടർമാരെ അവസാനമായിട്ട് ഒന്നും കൂടെ കണ്ട് വോട്ടുറപ്പിക്കുന്ന പരിശ്രമങ്ങളിലാണ് ഓരോ വോട്ടർമാരും. ഇപ്പോൾ വിവിധ വാർഡുകളിൽ വിവിധ മേഖലകളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി നിജിൽ, വിവരങ്ങൾ വ്യക്തമാകുന്നു. വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുന്നു. കട്ടപ്പനയിൽ പഞ്ചായത്തുകളുടെ പോളിംഗ് സാമഗ്രികൾ കട്ടപ്പന സെന്റ് ജോർജ് ഹൈസ്കൂളിൽ വെച്ചും നഗരസഭയുടെ ഓസാനാം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചുമാണ് വിതരണം നടത്തിവരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിജിൽ കെ മാത്യു.